ഹലോ ഗൈസ്, അപ്പോൾ അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വാഗബോണ്ടിൻ്റെ ചാപ്റ്റർ 2ൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 1ൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം മാങ്ക ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാഗബോണ്ടിൻ്റെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് അക്കേമി എന്നാണ്. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ടക്കേസോയും മത്തഹാച്ചി ഒരു വീട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് ബോധം വന്നു. അപ്പോൾ അവർ മരിച്ചിട്ടില്ല, നമ്മൾ മരിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീടിൻ്റെ ഒരു ഷോട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ വീട്ടിനുള്ളിൽ ഒരു സ്ത്രീ ലിപ്സ്റ്റിക് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആരാണെന്ന് കാണിക്കുന്നില്ല, മുഖം കാണിക്കുന്നില്ല, കണ്ണും ഒക്കെ കാണിക്കുന്നുള്ളൂ. ഇപ്പം മുഖം കാണിക്കുന്നുണ്ട്. അവർ ടക്കേസോ അടുത്തേക്ക് വന്നിങ്ങനെ വല്ലാത്തൊരു നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ നിന്നിട്ട് ടക്കേസോ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ടക്കേസോ ഞെട്ടി എഴുന്നേക്കുകയാണ്. നോക്കി കഴിയുമ്പോൾ അപ്പുറത്തെ മുറി ഇരുന്ന് മത്തഹാച്ചി വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മത്തഹാച്ചി പറയുന്നുണ്ട്, വാടാ വന്ന് ഒരു ഡ്രിങ്ക്സ് കഴിക്കുക വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പെണ്ണും വിളിക്കുന്നുണ്ട്, വന്ന് ഒരു ഡ്രിങ്ക് കഴിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ടക്കേസോ അവിടുന്ന് എഴുന്നേറ്റ് മത്തഹാച്ചിയോട് പറയുന്നുണ്ട്, നമുക്കിപ്പോൾ ഭേദമായി, പ്രശ്നമൊന്നുമില്ല, ക്ഷീണമൊക്കെ മാറി, വാ നമുക്കിനി ഇവിടുന്ന് പോകാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മത്തഹാച്ചി അതിന് സമ്മതിക്കുന്നില്ല. മത്തഹാച്ചി ചോദിക്കുകയാണ്, ഇവരല്ലേ നമ്മളെ രക്ഷിച്ചിവിടെ കൊണ്ടുവന്നത്, അപ്പോൾ ഇവരോടൊരു നന്ദി പോലും പറയാതെ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആ പെൺകുട്ടിയെ അവിടെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടല്ലോ, ആ കയ്യിൽ മണി കെട്ടിക്കൊണ്ട് വന്നത് അവളുടെ വീട്ടിലാണ് കൊണ്ട് അവരെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പുറത്തിരിപ്പുണ്ട്. മറ്റേത് അപ്പോൾ പെൺകുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ മത്തഹാച്ചി പറയാണ്, ഇവർ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല കുറച്ച് ദിവസത്തേക്ക് നമുക്കിവിടെ അഭയം തന്നു. അപ്പോൾ നമ്മൾ ഇവരോട് നന്ദി പറയണം. അതുമല്ല, നമുക്കിപ്പോൾ പുറത്തിറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടും രക്ഷപ്പെടാനൊന്നും പറ്റില്ല, നമ്മൾ അഭയാർത്ഥികളാണ്. അപ്പോൾ സോൾജിയേഴ്സ് എല്ലാം നമ്മളെ തേടി ഇങ്ങനെ നടപ്പുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ അവിടെ നിന്ന് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ കഴിയാം, അതൊന്നും പ്രശ്നമില്ല. കാര്യം ഇപ്പോഴും അവിടെ സോൾജിയേഴ്സ് ഈ അഭയാർത്ഥി പട്ടാളക്കാരെയൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ്, യുദ്ധത്തിൽ തോറ്റവരെയൊക്കെ. കാര്യം പടിഞ്ഞാറ് എന്നുള്ള ജനറലിനെ ഇതുവരെ അവർക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ അഭയാർത്ഥികളായിട്ടുള്ള സോൾജിയേഴ്സിനെ എല്ലാവരും പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുകയാണ്, നിങ്ങൾ ഒരാൾ എൻ്റെ മോളെ കല്യാണം കഴിച്ച് ഇവിടെ നിന്നോ എന്ന് പറയുന്നുണ്ട്. ഇവരുടെ മോളുടെ പേരാണ് അക്കേമി. അപ്പോൾ ഇവർ രണ്ടുപേരിൽ ആരെയാണ് അക്കേമി നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം എന്നൊക്കെ അവരെപ്പോഴേ ചോദിക്കുന്നുണ്ട്. അവരത്രയും കടന്നങ്ങ് ചിന്തിച്ചു. അവളപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ മത്തഹാച്ചി പെട്ടെന്ന് അവളെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാര്യം മത്തഹാച്ചിക്ക് നാട്ടിൽ ഒരു കല്യാണമൊക്കെ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ പേരാണ് ഒട്സു. കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു ഒട്സുവിനെ പറ്റി മെൻഷൻ ചെയ്തിരുന്നല്ലോ മത്തഹാച്ചി. അത് മത്തഹാച്ചി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഉടനെ ഈ അക്കേമിയുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടോ, മത്തഹാച്ചി നീ അത്ര കോൺഫിഡൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തഹാച്ചിയെ കൊണ്ട് കല്യാണം കഴിക്കാൻ ഉറപ്പിച്ച പോലെയാണ് മത്തഹാച്ചി സംസാരിക്കുന്നത്. അപ്പം നിന്നെ തന്നെ അവൾ തിരഞ്ഞെടുക്കുമെന്ന് നിനക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ അക്കേമി ആ ഒരു കോൺവെർസേഷനിലൊന്നും താല്പര്യമില്ലാത്ത പോലെ അവിടുന്ന് മാറി അങ്ങ് പോവാണ്. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ടോ, ഇവക്ക് ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ഇതും തോന്നുന്നില്ലല്ലോ, അവൾക്കില്ലൊന്നും താല്പര്യമില്ല, അവളങ്ങ് പോവാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഇവർ ഫുഡ് ഐറ്റംസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിൽ. അപ്പോൾ നമ്മുടെ ടക്കേസോ കുറേ മഷ്റൂംസ് ഒക്കെ കൂണൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കൊട്ടയിലോട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ അക്കേമി ഇങ്ങനെ പുറകെ നടന്ന് ആ എടുത്തിട്ട കൂണെല്ലാം എടുത്ത് വെളിയിൽ കളയാണ്. അപ്പോൾ ടക്കേസോ ചോദിക്കുന്നുണ്ട്, നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അക്കേമി അവനെ പറിച്ച കൂണിൻ്റെയൊക്കെ പേര് പറയാണ്, ക്രിംസൺ മഷ്റൂം, അതേപോലെ തന്നെ പാന്തർ മഷ്റൂം, ഇതെല്ലാം വിഷമുള്ളതാണ്. അപ്പോൾ നീ നമ്മളെ കൊല്ലാൻ നോക്കുവാണോ എന്നാണ് ചോദിക്കുന്നത്. ടക്കേസോ ഇതെല്ലാം വാരി പറക്കി അങ്ങ് ഇടുകയാണ്. എന്നിട്ട് അവൾ ടക്കേസോയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാത്ത എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ടക്കേസോ ചോദിക്കുകയാണെ എന്ത് ചോദ്യങ്ങളാണ് എന്നിങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അവൾ പറയാണ്, എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അതേപോലെ തന്നെ എൻ്റെ പ്രായം എത്ര, എൻ്റെ അച്ഛൻ എവിടെ, അതേപോലെ തന്നെ ഞാനും അമ്മയും മാത്രമായിട്ട് വന്ന് ഈ മലനിരകളുള്ള പ്രദേശത്ത് വന്ന് താമസിക്കുന്നത് എന്താ, എൻ്റെ കയ്യിൽ എന്തിനാണ് ഞാൻ ഈ മണി കെട്ടിയേക്കുന്നത്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നീ എന്താ ചോദിക്കാത്തതെന്ന് ഇങ്ങനെ പറയുന്നു. മത്തഹാച്ചി ആണെങ്കിൽ ഇവളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ടക്കേസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ടക്കേസോ ഇങ്ങനെ ചിന്തിച്ചിട്ട് അവളോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എത്ര വയസ്സായി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ 15 എന്ന് പറയാണ്. ഉടനെ ഇവൻ പറയണത്, നിന്നെ കണ്ടിട്ട് 15 തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെ കളിയാക്കി പറയുന്നുണ്ട്. അപ്പോൾ അവൾ തിരിച്ച് നമ്മുടെ ടക്കേസോട് ചോദിക്കുകയാണ്, നിനക്ക് പ്രായം എത്ര എന്ന് ചോദിച്ചപ്പോൾ ടക്കേസോ 17 വയസ്സുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവൾ പറയണോ, നിന്നെ കണ്ട 30 വയസ്സെങ്കിലും പറയും, 17 അല്ലെന്ന് പറയും. എന്നിട്ട് പിന്നെ അക്കേമി ഇനിയും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ടക്കേസോട് ചോദിക്കുന്നു. അപ്പോൾ ടക്കേസോ ചോദിക്കുകയാണ്, ഞങ്ങൾ അന്ന് ആ യുദ്ധഭൂമിയിൽ ഇങ്ങനെ മയങ്ങി വീണ് കിടന്നപ്പോൾ നീ അവിടെ രാത്രിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ ചോദിക്കുന്നു. അതായത് ഫുൾ അവിടെ ഡെഡ് ബോഡീസ് മാത്രമായിരുന്നല്ലോ സോൾജിയേഴ്സിൻ്റെ. അപ്പോൾ അവിടെ നീ എന്ത് ചെയ്യാനാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അക്കേമിയോട്. അപ്പോൾ പിന്നെ നമ്മളെ അക്കേമിയുടെ ആ വീടാണ് കാണിക്കുന്നത്. അവിടെ
ഇതേ സമയം തന്നെ മത്തഹാച്ചി ഇവരുടെ മുറിയിൽ കുറേ വാളുകളും പടച്ചട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ കുറേ ശേഖരിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഇങ്ങനെ കാണുന്നു. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നു, ഇതുകൊണ്ടൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത്, കുറേ ഉണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ അക്കേമിയുടെ അമ്മ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഓ നീ അതൊക്കെ കണ്ടെത്തിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ മുടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി ഇങ്ങനെ വരികയാണ്. ഒക്കോ എന്നാണ് അവരുടെ പേര്. മത്തഹാച്ചി അപ്പോൾ വിളിക്കുന്നുണ്ട് ഒക്കോ എന്ന്. പിന്നെ ടക്കേസോയും അക്കേമിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അക്കേമി ടക്കേസോയോട് പറയുകയാണ്, ഞങ്ങൾ മോഷ്ടാക്കളാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ടക്കേസോ മോഷ്ടാക്കളോ എന്ന് ചോദിക്കുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് മത്തഹാച്ചിയും ഒക്കോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ഒക്കോയാണ് ബാക്കി പറയുന്നത്. ഒക്കോ പറയാണ്, എല്ലാ യുദ്ധവും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശവങ്ങൾ മാത്രം ഇങ്ങനെ കിടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് ചെന്നിട്ട് അവരുടെ പടച്ചട്ടയും അതേപോലെ തന്നെ വാളുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടുന്ന് എടുക്കും. എന്നിട്ട് അതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി മറച്ചു വയ്ക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ഒക്കോ ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് മത്തഹാച്ചിയുടെ കയ്യിൽ നിന്ന് ആ വാളിങ്ങനെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ മത്തഹാച്ചിയുടെ നോട്ടമൊക്കെ ചെറുതായിട്ടൊന്ന് പാളിപ്പോകുന്നുണ്ട്. അപ്പോൾ ആ വാള് മത്തഹാച്ചിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിച്ചിട്ട് ഒക്കോ ചോദിക്കുകയാണ്, ഞങ്ങളിത് ശവങ്ങളുടെ ശരീരത്തിൽ നിന്നല്ലേ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത്, വാളും പടച്ചട്ടയൊക്കെ. അപ്പോൾ അവർക്ക് എന്തായാലും അതും കൊണ്ട് ആവശ്യമില്ല, അപ്പം ഞങ്ങളത് വിറ്റ് കാശുണ്ടാക്കി അതുകൊണ്ട് ജീവിക്കുന്നതിനിപ്പോൾ എന്താണ് തെറ്റ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ അക്കേമിയും ടക്കേസോയാണ് കാണിക്കുന്നത്. അക്കേമി ചോദിക്കുന്നുണ്ട്, ഇനിയും നിനക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ടക്കേസോ ചോദിക്കുകയാണ്, ആരാ വരുന്നേ, അതാരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ അവരുടെ നേരെ വരുന്നത് കാണാം. അത്യാവശ്യം ഭയങ്കര ടെററായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അയാളെ കണ്ട ഉടനെ തന്നെ അക്കേമി തറയെന്ന് കുറേ കല്ല് പറക്കി അയാളുടെ നേരെ അങ്ങ് എറിയുകയാണ്. അപ്പോൾ അയാൾക്ക് അക്കേമിയെ അറിയാം, അയാളും അക്കേമിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അക്കേമി പിന്നെയും കല്ല് പറക്കി എറിയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ടക്കേസോ അവളെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ കയറി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആകെ പേടിച്ച് വിറച്ച് ടക്കേസോയുടെ കൈ ഇങ്ങനെ അവളുടെ ദേഹത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, അത് സുജിക്കാസെ ടെൻമയാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇവളുടെ അക്കേമിയുടെ അച്ഛനെ കൊന്നത് ഇയാളാണ്. അപ്പോൾ അവിടെ വെച്ച് ചാപ്റ്റർ 2 എൻഡ് ആവുകയാണ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാവരും മറക്കാതൊന്ന് ചെയ്യുക. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ യുവർ ഒപ്പീനിയൻസ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ വാഗബോണ്ടിൻ്റെ ചാപ്റ്റർ 3യുടെ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.